ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ അരി അരക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, അതിൽ 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് ഞാനിവിടെ മിൽക്ക് മേടിൻ്റെ ഏകദേശം അതിൽ ഒരു 400 മില്ലി മിൽക്ക് മേടിൻ്റെ അതിൽ കൊള്ളുന്ന അത്രയും പൊടി കൊള്ളു കേട്ടോ. അപ്പോൾ അതിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് ചോറ് എടുക്കുക കേട്ടോ. നമ്മൾ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ചോറ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് മുതൽ 2.5 കപ്പ് ഓരോ പൊടിക്കനുസരിച്ചായിരിക്കും അതിലേക്ക് വെള്ളം ആവശ്യമായിട്ട് വരിക. 2 കപ്പ് എന്തായാലും വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്ര 2 കപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2.5 കപ്പ് വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളടുത്തുള്ള പൊടിക്കനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ എടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മാറ്റേണ്ട വെച്ചിട്ട് അതിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ പൊടിയും ചോറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിതിലേക്ക് ഏകദേശം 2.25 ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ഉണ്ടാവും, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റേ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ആ ചോറൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാവ് ഒഴിച്ച് വെക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കാം കേട്ടോ. കാരണം അത് പൊന്തി വരാനുള്ളതാണ്, അപ്പോൾ അത് പുറത്തേക്ക് പോവും. അപ്പോൾ അത്യാവശ്യം വലിയ പാത്രത്തിൻ്റെ മാവ് ഒഴിച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഏകദേശം ഒരു 5-6 മണിക്കൂറൊക്കെ നമ്മളുടെ കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് ഇത് പൊങ്ങി വരിക കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥക്കനുസരിച്ച് ഒരു 5-6 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് വൈകുന്നേരം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചതാട്ടത്. നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 4-4:30 ആയപ്പോൾ തന്നെ ഇത് ഒരു രൂപത്തിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വലിയ പാത്രം തന്നെ മാവ് ഒഴിച്ച് വെക്കാനായിട്ട് എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വേണം നമ്മൾ അപ്പം ചുട്ടെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ലാസ്റ്റ് വരുന്ന അപ്പം വരെ നന്നായി പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ കുറേശ്ശായിട്ട് എടുത്തിട്ട് ചുട്ടെടുത്താൽ നമുക്ക് അവസാനം വരെ നല്ല പെർഫെക്റ്റായിട്ടുള്ള അപ്പം തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 2 തവി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പം നിങ്ങൾ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റിലാണെങ്കിൽ നമുക്കത് ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് മാവ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1-1.5 സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അപ്പോൾ മാവ് കുറച്ചൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ അത് ചുറ്റിച്ചെടുക്കാൻ പറ്റും.
നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേട്ടോ നല്ലൊരു വെള്ളപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാം ഇവിടെ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളപ്പമാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സൈഡിലൊക്കെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്പി ഇല്ലാതെയാണ് ചുട്ടെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ വെന്ത ശേഷം നമുക്ക് ക്രിസ്പി ആക്കാതെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ കാണിച്ചത് കണ്ടോ. ഇതൊന്നും സൈഡൊന്നും മുരിയാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയും ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.